എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു കുബൂസ് ആണ്. സാധാരണ നമ്മൾ മൈദ വെച്ചിട്ടാണ് കൂടുതലും കുബൂസ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് വളരെ എളുപ്പത്തിൽ തന്നെ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഗാർലിക് സോസും കാണിക്കുന്നുണ്ട്. ഗാർലിക് സോസ് നമുക്ക് ഒരു 2-3 മിനിറ്റ് പോലും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് വേണം. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈഡ് ഈസ്റ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് പൊടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഡ്രൈഡ് ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളൊന്ന് പൊങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല കേട്ടോ. ഒരുപാട് ചൂടായി പോയാൽ നമുക്ക് ഈസ്റ്റ് പൊങ്ങി കിട്ടത്തില്ല. അപ്പോൾ ചെറിയൊരു ചൂട് മാത്രം മതി കേട്ടോ. പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 5-10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ഈസ്റ്റ് പൊങ്ങി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. ഈ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് മൈദയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എപ്പോഴും മൈദയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളൊരു സ്വല്പം പോലും മൈദ ചേർത്ത് കൊടുക്കാതാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങളുടെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. ഓയിലും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പൊടി നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 10 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഈസ്റ്റ് ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈസ്റ്റിന്റെ മിക്സും കൂടെ നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈസ്റ്റിന്റെ ഈ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കേണ്ടതാണ്. പാല് നമ്മൾ എടുത്ത പോലെ തന്നെ ഒരുപാട് ചൂടില്ലാത്ത ഇളം ചൂടുള്ള വെള്ളം കൂടെ വേണം നമ്മൾ ബാക്കി ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. നല്ല മയത്തിൽ തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചിട്ടെടുക്കുന്നത് അതിലും കുറച്ചും കൂടി നല്ല മയത്തിൽ കുഴച്ചിട്ടെടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളിത് നല്ല പോലെ തന്നെ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴക്കണം കേട്ടോ. മൈദയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. വെള്ളം ചൂടുള്ള വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഞാനിത് ഇവിടുന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കുഴക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ നമുക്ക് മാവ് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നല്ല മയത്തിൽ തന്നെ നമ്മൾ ഈ മാവൊന്ന് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ മാവിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മാവിന് ഒട്ടും തന്നെ കട്ടി ഉണ്ടാകാൻ പാടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. ഇനി ഈ ഒരു പാത്രത്തിലേക്കും കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ പാത്രം ഫുള്ളായിട്ട്. അതിനുശേഷം ഈ മാവും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കി കൊടുക്കുക. മാവ് ഒട്ടും തന്നെ ഡ്രൈ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഓയിൽ ഇതുപോലെ മുകളിലാക്കി കൊടുക്കുന്നത്. ഇനി ഈ മാവ് നല്ല പോലെ തന്നെ നമുക്കൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് കവർ ചെയ്യുന്നതിന് പകരമായിട്ട് നല്ലൊരു കോട്ടൻ്റെ കനം കുറഞ്ഞിട്ടുള്ള തുണി ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് മുക്കിയിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി മാവ് നമുക്കൊരു 2-2.5 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗാർലിക് സോസ് എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന കുബൂസിന് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. കറി ഉണ്ടെങ്കിലും നല്ലതാണ്. ഈ ഒരു സോസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗാർലിക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 അല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാത്രമേ സോസ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. വെളുത്തുള്ളി ഒരുപാടായി പോയാൽ വെളുത്തുള്ളിയുടെ ഒരു കുത്തലുണ്ടായിട്ട് നമുക്കിത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ കോഴിമുട്ടയുടെ ഈ ഒരു വെള്ളയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അതുപോലെ തന്നെ നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് നാരങ്ങാ നീരാണ്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ നാരങ്ങ മതി കേട്ടോ. ഗാർലിക് സോസ് ആയതുകൊണ്ട് ഒരുപാട് പുളി വേണ്ട, ഒരു 1/2 ടീസ്പൂൺ തന്നെ ധാരാളമാണ്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ 1 മിനിറ്റോളം നന്നായിട്ട് തന്നെ മിക്സിയിൽ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഓയിൽ മുഴുവനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഒരു 4 തവണയായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ 1/4 കപ്പിൽ നിന്ന് ആദ്യം കുറച്ച് ഓയിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 35-40 സെക്കൻഡോളം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഇതിലേക്ക് വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതൊരു 35-40 സെക്കൻഡോളം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് നരഞ്ഞ് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടണം. അപ്പോൾ ഈ 1/4 കപ്പിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മൂന്നാമത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മൂന്നാമത് നമ്മൾ ഇതുപോലെ ഓയിൽ ചേർത്തൊന്ന് അടിച്ചപ്പോഴത്തേക്കും ഏകദേശം ഇതൊന്ന് കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1/4 കപ്പിൽ ബാക്കിയുള്ള ഓയിൽ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. ലാസ്റ്റായിട്ട് നമുക്കൊരു 35-40 സെക്കൻഡോളം ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഗാർലിക് സോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല, അതുവരെ ചെയ്ത് നോക്കുക. അപ്പോൾ കുബൂസിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഗാർലിക് സോസ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് ഇവിടെ ഒരു 2.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ നല്ല പോലെ തന്നെ എനിക്കിവിടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കണ്ടില്ലേ, നല്ല പോലെ തന്നെ നമുക്കിവിടെ നിന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരുപാട് നേരം നമ്മളിനി മാവിട്ടങ്ങ് കുഴക്കണ്ട. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മാവിൽ നിന്ന് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കാം. ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി മാവ് നമ്മൾ കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒന്ന് പരത്താൻ എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള മാവ് നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് ഇട്ടൊന്ന് കവർ ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതങ്ങ് ഡ്രൈ ആയി പോവും. നനഞ്ഞ തുണിയാണ് എടുക്കുന്നതെങ്കിൽ ആ തുണിയൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ ഒരുപാട് പൊടി ഇങ്ങ് ഇട്ട് കൊടുക്കരുത്. സ്വല്പം മാത്രം പൊടി നമ്മൾ ഇതൊന്ന് തൂക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ചപ്പാത്തി മാവ് നമ്മൾ പരത്തുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് കട്ടിക്ക് വേണം നമ്മൾ കുബൂസിന് വേണ്ടിയിട്ട് പരത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ മൈദ വെച്ചിട്ട് കുബൂസ് പരത്തുന്ന ആ ഒരു കട്ടി വേണ്ട കേട്ടോ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കുറച്ചും കൂടെ അതിലും കട്ടി കുറച്ചിട്ട് വേണം നമ്മൾ പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് ഇവിടെ നല്ലപോലെ തന്നെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടി കൊണ്ടാണ് കേട്ടോ. നമ്മൾ മൈദ വെച്ചുണ്ടാക്കുന്ന ഒരു കുബൂസിൻ്റെ അത്രയും കട്ടിയുടെ ആവശ്യമില്ല നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ. പക്ഷെ ഒരുപാട് കട്ടി കുറയാനും പാടില്ല, ഈ ഒരു കട്ടി ഉണ്ടാവണം. നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം പൊട്ടൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കൈവച്ചിട്ട് ഇതൊന്ന് ലെവലാക്കി കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. സൈഡിലും അതിൻ്റെ സെൻറ്ററിലും ഒക്കെ പൊട്ടലുകൾ വരുമ്പോഴാണ് നമ്മളിത് പാനിലേക്ക് ചൂടാൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും ആവി പുറത്തേക്ക് പോയിട്ട് നന്നായിട്ട് നമുക്ക് പൊങ്ങി കിട്ടാതെ വരുന്നത്. അങ്ങനെ പൊട്ടലുകൾ വരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഈ ഒരു കട്ടിക്ക് തന്നെ പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം പാൻ ഇവിടെ ചൂടായിട്ട് എടുക്കുകയാണ്. ചൂടായിട്ട് കിടക്കുന്ന പാനിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തീ അങ്ങ് കുറച്ചും വെച്ച് കൊടുക്കണ്ട, പക്ഷെ ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുത്താൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവല്ലേ, പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങും. ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കുമ്പളങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ. ഇത് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നല്ല സോഫ്റ്റ് മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, വീണ്ടും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് പതിയെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇതൊന്ന് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും തന്നെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കുബൂസ് എല്ലാം ചുട്ടിട്ടെടുക്കാം കേട്ടോ. കുബൂസ് നമ്മൾ ചുട്ടതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ കാസറോളിനകത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഒരു കിച്ചൺ ടവൽ എടുത്തിട്ട് ആ കുബൂസ് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുക. എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുബൂസ് കിട്ടത്തുള്ളൂ. ഒരു പാത്രത്തിൽ നമ്മളിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ കുബൂസ് നമുക്ക് അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഓരോന്ന് ചുട്ടെടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കുബൂസ് എല്ലാം തന്നെ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, അകം നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയുടെ ഒരു കുത്തലൊന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുബൂസാണ്.
ഗോതമ്പ് പൊടി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കുബൂസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.